രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ ആ വാക്കുകൾ കേട്ട് വിനയാന്വിതനായിട്ട് ഭരദ്വാജ ഋഷിയെ വന്ദിച്ചുകൊണ്ട് തന്റെ പത്നിയോടൊപ്പം ലക്ഷ്മണനോടൊപ്പം അവിടെ ഇരുന്നു. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ഭരദ്വാജൻ പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, അങ്ങ് കാനനത്തിൽ വസിക്കാൻ വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. 14 വർഷക്കാലം അങ്ങേക്ക് ഇവിടെ താമസിക്കാം. അവകാശവോ വിവിക്തോയം മഹാനദ്യോ സമാഗമേ. ഈ 2 മഹാനദികളും കൂടിച്ചേരുന്നതായ ഈ സ്ഥലം, ഇവിടെ മനുഷ്യര് വരുന്ന പ്രദേശമല്ല, തപസ്വികൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ലൗകികന്മാരായിട്ടുള്ള ആളുകൾ ആരും ഇവിടെ വരില്ല. ഇവിടെ ജനത്തിരക്കൊന്നും തന്നെയില്ല. ഇവിടെ അങ്ങക്ക് വസിക്കാനായിട്ട് സുഖതമായിട്ടുള്ളതായ സൗകര്യമുണ്ട്. പോരാത്തതിന് ഇത് പുണ്യമയമാണ്, അങ്ങേറ്റം രമണീയമാണ്. അതുകൊണ്ട് വസത്വിഹ ഭവാൻ സുഖം. ഈ 14 വർഷക്കാലവും അങ്ങ് സുഖമായിട്ട് ഇവിടെ വസിച്ചാലും. ഭരദ്വാജൻ രാമനെ ക്ഷണിച്ചു. ആ അവസരത്തില് ശ്രീരാമചന്ദ്രൻ തൊഴുതുകൊണ്ട് ഭരദ്വാജനോട് പറഞ്ഞു, ഭഗവൻ ഇതാസന്ന പൗരജാനപദോജന. അല്ലയോ ഭഗവാനെ, ഇതില് ഒരു ചെറിയൊരു പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഇവിടെ ഈ ആശ്രമത്തില് വസിക്കാൻ ഇഷ്ടമാണ് എങ്കിലും എന്റെ നാട്ടിലുള്ള ആളുകൾ, പൗരന്മാര്, പട്ടണത്തിൽ വസിക്കുന്ന ആളുകൾ, അതിൽ ജാനപദന്മാര്, ഗ്രാമങ്ങളിൽ വസിക്കുന്ന ആളുകൾ, അവരെല്ലാവരും മനസ്സിലാക്കും ഞാൻ ഇവിടെ ഉണ്ട് എന്ന്. ഞാൻ ഗംഗ തരണം ചെയ്തത് എവിടെയാണ് എന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ അറിയാൻ കഴിയും. അവരിങ്ങു വരും, എന്നെ കാണാൻ എളുപ്പമാണ് എന്നുള്ള ധാരണയാൽ ഗംഗ കടന്ന് ഇത്രയും ദൂരം നടന്നെത്തിയാൽ മാത്രം മതിയല്ലോ എന്നെയും സീതയെയും ലക്ഷ്മണനെയും കാണുന്നതിന് വേണ്ടിയിട്ട് അവർ ഇവിടേക്ക് വരും. അങ്ങനെ എപ്പോഴും ആളുകൾ ഇങ്ങോട്ട് വരികയും തിരിച്ചു പോവുകയും അങ്ങനെയുള്ളൊരു തിരക്കായി തീരും ഇവിടെ. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, ഇവിടെ ഞാൻ വസിച്ചാല് അത് ശരിയാവുകയില്ല. ആളുകൾക്ക് അറിയാൻ കഴിയാത്തതായ ഒരു സ്ഥലം, ഏകാന്തമായ ഒരു സ്ഥലം, അതാണ് എനിക്ക് വേണ്ടത്. ഏകാന്തമായ തപസ്സാണ് എനിക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ഒരു സ്ഥലം, അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് അറിയുമല്ലോ, പറഞ്ഞു തന്നാലും നാട്ടുകാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതായ ഒരിടം, അവിടെ ഞാൻ ആശ്രമം നിർമ്മിച്ചിട്ട് വസിച്ചുകൊള്ളാം. ഏകാന്തേ പശ്യ ഭഗവൻ ആശ്രമസ്ഥാനമുത്തമം രമതേ എത്ര വൈദേഹി സുഖാർഹ ജനകാത്മജ. ആശ്രമത്തിന് പറ്റിയതായ ഒരു സ്ഥാനം, ആളുകളൊന്നും വന്നു ചേരാത്തതായ ഒരു സ്ഥാനം, അത് അല്ലയോ ഭഗവാനെ അങ്ങ് കാണിച്ചു തരിക. സീതാദേവിക്ക് സന്തോഷത്തോടുകൂടി വസിക്കാൻ പറ്റിയതായ ഒരു സ്ഥലം അങ്ങ് കാണിച്ചു തരിക, ഞാൻ അവിടെ വസിക്കാം. ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഭരദ്വാജൻ രാമനോട് ഉപദേശിച്ചു, അല്ലയോ രാമ, ദശക്രോശ ഇതസ്താത ഗിരിർ യസ്മിൻ നിവസ്യസി. ഇവിടെ നിന്നിട്ട് 10 വെളിപ്പാടകലെ, 10 ക്രോശമകലെ നിബിഡമായ വനമുണ്ട്. വളരെ മനോഹരമായ വനമാണ്. അവിടെ ഒരു മഹാപർവ്വതമുണ്ട്. ആ പർവ്വതത്തിൽ അല്ലയോ രാമ അങ്ങയ്ക്ക് വസിക്കാനായി സാധിക്കും. അവിടെ ധാരാളം ഋഷിമാരുമുണ്ട്. അവരെല്ലാം തപസ്സില് പരിപൂർണമായിട്ടും ലീനരാണ്. മഹർഷി സേവിത പുണ്യ പർവ്വത ശുഭദർശന. ആ പർവ്വതം ശുഭദർശനമാണ്, കാഴ്ചയ്ക്ക് മംഗളമയമാണ്, മഹർഷിമാരാൽ സേവിക്കപ്പെടുന്നതാണ്.
പുണ്യമയമായിട്ടുള്ള പർവ്വതമാണ്. അവിടെ മാനുകളും ആനകളും അതേപോലുള്ളതായ മൃഗങ്ങളുമെല്ലാം യഥേഷ്ടം സഞ്ചരിക്കുന്നു. അവയെല്ലാം സുഖമായി വസിക്കുന്നു. അതേപോലെ മധുരങ്ങളായ ഗീതങ്ങൾ പൊഴിക്കുന്ന പക്ഷികളെ കൊണ്ടും നിബിഡമാണ് ആ വനം. പുഷ്പങ്ങൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ് ആ വനം. അതിന്റെ പേര് ചിത്രകൂടം എന്നാണ്. ചിത്രകൂട ഇതിഖ്യാതോ ഗന്ധമാദന സന്നിഭ. ഹിമാലയത്തിലുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള മനോഹര ശിഖരമാണ് ഗന്ധമാദനം. ആ ഗന്ധമാദനം പോലെ വളരെയേറെ പവിത്രമായിട്ട് മനോഹരമായിട്ട് പ്രസിദ്ധമായിട്ട് ഉള്ളതായ ഒരു രമ്യ ഭൂവിഭാഗമാണത്. അവിടെയാണ് ഈ മഹാപർവ്വതം സ്ഥിതി ചെയ്യുന്നത്, ചിത്രകൂടം. അല്ലയോ ശ്രീരാമചന്ദ്ര മഹാപ്രഭോ, ആ ചിത്രകൂടം അങ്ങയ്ക്ക് പറ്റിയ താമസസ്ഥാനമായിരിക്കും. യാവത ചിത്രകൂടസ്യ നര ശൃംഗാണ്യപേക്ഷതേ. ആ ചിത്രകൂടത്തിനൊരു പ്രത്യേകതയുണ്ട്. എപ്പോഴാണോ മനുഷ്യരെ ചിത്രകൂടത്തിന്റെ ആ ഉയർന്ന ശിഖരങ്ങളെ കാണുന്നത്, അപ്പോൾ അവർ ചെയ്തിട്ടുള്ളതായ പുണ്യകർമ്മങ്ങളുടെ എല്ലാം ഫലം അവർക്ക് സിദ്ധിക്കും. അതേപോലെ തന്നെ പാപങ്ങളെല്ലാം അകന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത ആ ചിത്രകൂടത്തിനുണ്ട്. അങ്ങനെ മംഗളം ലഭിക്കാനും ആ ചിത്രകൂട നിവാസം അങ്ങയ്ക്ക് പ്രയോജനപ്പെടും. എല്ലാവർക്കും ചിത്രകൂടം നൽകുന്നതായ അനുഗ്രഹം അതാണ്. അവിടെ ഋഷിമാര് ആയിരത്താണ്ടുകളായിട്ട് തപസ് ചെയ്യുന്നുണ്ട്. അനേകം പേര് തപസ് ചെയ്യുന്നുണ്ട്. അവര് ഋഷയസ്തത്ര ബഹവോ വിഹൃത്യ ശരദാംശതം. 100 കണക്കിന് വർഷങ്ങൾ ഋഷിമാര് അവിടെ തപസ്സിൽ ലയിച്ച് ആനന്ദത്താൽ, പരമാത്മജ്ഞാനത്താൽ അതിൽ പരിപൂർണമായിട്ടും ആനന്ദിച്ച് രസിച്ച് തപസ്സിന്റെ ബലത്താൽ തപസാ ദിവമാരൂഢാഹ, തപസ്സിന്റെ ബലം കൊണ്ട് അവർ സൂക്ഷ്മമണ്ഡലങ്ങളിലേക്ക് കടന്നു ചെന്നു. അവർ സമാധിയിൽ ലയിച്ചു. പൂർലോക, സ്വർലോക, മഹർലോകാദികളെല്ലാം കടന്ന് അവർ ജനലോകത്തിലും തപോലോകത്തിലും സത്യലോകത്തിലും ഒക്കെ എത്തി. പലരും അതിനുമപ്പുറം മായാതീതമായ പരമാത്മമണ്ഡലത്തിലും എത്തി. ഇങ്ങനെയുള്ള ഋഷിമാരുടെ തപസ്സിനാൽ പവിത്രമാണ് ആ ഇടം. അവിടെ അതേ പ്രകാരത്തിൽ തപസ് ചെയ്യുന്ന അനേകം ഋഷിമാരവിടെയുണ്ട്. അവിടെ യാതൊരു തിരക്കും അനുഭവപ്പെടില്ല. പ്രവിക്തമഹം മന്യേ തം വാസം ഭവത സുഖം. ആ പ്രദേശം ആൾത്തിരക്കില്ലാത്തതാണ്. തപസ്വിമാർ മാത്രമേയുള്ളൂ. സമാധിസ്ഥരായിട്ട് അതേപോലെ തന്നെ അർച്ചനയിലും ഹോമത്തിലും ഒക്കെ വ്യാപൃതരായിട്ട് ഇരിക്കുന്ന തപസ്വിമാർ മാത്രം. അതുകൊണ്ട് അവിടെ അങ്ങയ്ക്ക് ഏകാന്തതയെ അനുഭവിക്കാനായി സാധിക്കും. അത് അങ്ങയ്ക്ക് സൗഖ്യത്തെ, സന്തോഷത്തെ നൽകുകയും ചെയ്യും. ശ്രീരാമചന്ദ്രനോട് ഭരദ്വാജ ഋഷി പറഞ്ഞു. അങ്ങനെ അന്ന് അവിടെ അവർ താമസിച്ചു. അടുത്ത പുലരിയില് രാമനും സീതയും ലക്ഷ്മണനും രാവിലെ ചെയ്യേണ്ടതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, പൂജാദികളൊക്കെ നിർവഹിച്ചിട്ട് വളരെ വേഗത്തില് പ്രഭാതായം തു ശർവരിയം ഭരദ്വാജം ഉപാഗമത്ത്. നേരം പുലരുമ്പോഴേക്കും അനുഷ്ഠാനങ്ങളെല്ലാം പൂർണ്ണമാക്കിയിട്ട് അവർ ഭരദ്വാജ ഋഷിയുടെ സമീപത്ത് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചിത്രകൂടത്തിലേക്ക് പോകാൻ അനുവാദം ചോദിക്കുകയാണ്. ആ സമയത്ത് ഭരദ്വാജ ഋഷി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം, ഞാൻ നിങ്ങളെ അതിന് ക്ഷണിക്കുന്നു. അല്ല, ചിത്രകൂടമാണ് നിങ്ങൾക്ക്, അല്ലയോ രാമ, അങ്ങയ്ക്ക് ഇഷ്ടമെങ്കിൽ അങ്ങോട്ട് പോയിക്കൊള്ളുക. മധുമൂല ഫലോപേതം ചിത്രകൂടം വ്രജേതിഹ. തേനും അതേപോലെ കിഴങ്ങുകളും പഴങ്ങളും ഒക്കെ നിറഞ്ഞ മനോഹരമായിരിക്കുന്ന അഭിരാമമായിരിക്കുന്ന ചിത്രകൂടത്തിലേക്ക് അങ്ങയ്ക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എങ്കിൽ മാത്രം അങ്ങ് പോയാലും. ആ ചിത്രകൂടം മയൂര നദാഭിരത,
മയൂരങ്ങളുടെ ശബ്ദം കൊണ്ട്, അവിടെയെല്ലാം വിഹരിച്ചു നടക്കുന്ന മയിലുകളുടെ പേകാരാവം കൊണ്ട് അങ്ങേയറ്റം മനോഹരമാണ്. ഗജരാജ നിഷേവിത, ഗജരാജാക്കന്മാർ, ആനകളുടെ രാജാക്കന്മാർ സേവിക്കുന്ന പ്രദേശമാണത്. ധാരാളം ആനകൾ കൂട്ടം കൂട്ടമായിട്ട് അനേകം കൂട്ടം അവിടെ വിഹരിക്കുന്നുണ്ട്. അവരെല്ലാവരും വിഹരിച്ചു നടക്കുന്ന പ്രദേശമാണത്.